ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നമ്മുടെ റാഗി കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള റാഗി എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ റാഗി നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു മൂടി തേങ്ങയുടെ പകുതി ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു 4 സ്പൂണ് ചോറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മാവിനെ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് പൊന്താൻ വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ മാവൊക്കെ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ അത് അപ്പമൊക്കെ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.